അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല. കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശവും നീക്കിയിട്ടുണ്ട്. നേരത്തെ ക്ലീൻ ചീറ്റ് നൽകിയതാണ് വിജിലൻസ് MR അജിത് കുമാറിന്. പക്ഷേ വിജിലൻസ് കോടതി ഇത് റദ്ദാക്കിയിരുന്നു. വിജിലൻസ് എതിരെയുള്ള പരാമർശമായിരുന്നു വിജിലൻസ് കോടതി നടത്തിയത്. ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ വന്നത്. ഇപ്പോൾ വിജിലൻസിന്റെ നേരത്തെയുള്ള നടപടി ക്ലീൻ ചിറ്റ് നൽകിയ നടപടി ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആശ്വസിക്കാവുന്ന കാര്യമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ കീഴ്ക്കോടതി നടപടിയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അജിത് കുമാറിന് ആശ്വാസകരം എന്നുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അജിത് കുമാർ നൽകിയിരിക്കുന്ന ഹർജിയിലായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി വിധി. മാത്രമല്ല, അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടത്തിയത് കീഴുദ്യോഗസ്ഥരെ കൊണ്ടാണ്. അജിത് കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് എന്ന് തുടക്കം തന്നെ, ഈ വാദത്തിന്റെ തുടക്കം തന്നെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായി വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടി എന്നായിരുന്നു ഹൈക്കോടതി നേരത്തെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യം തന്നെയായിരുന്നു, ഈ വാദം ഉന്നയിച്ച് തന്നെയായിരുന്നു അജിത് കുമാർ കോടതിയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു MLA മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്ന പൊതു ആരോപണങ്ങൾ മാത്രമാണ് പരാതിയുമായി രംഗത്തുള്ളത്. പരാതിയായി കോടതിയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമാണ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ. അത് അന്വേഷിച്ച സാഹചര്യം ശരിയായില്ല എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി നേരത്തെയും വിലയിരുത്തിയത്. PV അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരത്തെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വിജിലൻസ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിക്കെതിരെയാണ്, നടപടി റദ്ദാക്കിക്കൊണ്ടായിരുന്നു നേരത്തെ കീഴ്ക്കോടതിയുടെ വിധി വന്നിരുന്നത്. അതിനെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായ പരാമർശവും കോടതി നീക്കിയിട്ടുണ്ട്. അജിത് കുമാർ വസ്തു വാങ്ങാനായി ഉപയോഗിച്ച പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതും, അതുപോലെ അജിത് കുമാറിന്റെ വരുമാനവും ഈ സ്വത്തും തമ്മിൽ ആനുപാതികമാണോ എന്നുള്ള പരിശോധന വിജിലൻസ് നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, വിജിലൻസ് മാനുവൽ അനുസരിച്ചായിരുന്നില്ല അജിത് കുമാറിന്റെ എതിരെയുള്ള അന്വേഷണം. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും MR അജിത് കുമാറിനെ ആശ്വസിക്കാം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശവും നീക്കിയിട്ടുണ്ട്. ഇതിന് കാരണം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലാണ്. നേരത്തെ വിജിലൻസ് കോടതി അജിത് കുമാറിനെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു നടത്തിയിരുന്നത്. വിജിലൻസ് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയതാണ്. പക്ഷേ വിജിലൻസ് കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ വരികയും ഹൈക്കോടതി ഇപ്പോൾ അജിത് കുമാറിന് അനുകൂലമായിട്ട് വിധി നൽകിയിരുന്നു.